ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ടാക്സ് പർച്ചേസ് എങ്ങനെ ചെയ്യാം, നോൺ ടാക്സ് പർച്ചേസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ പർച്ചേസ് എൻട്രിയിൽ പോവുക. പർച്ചേസ് എൻട്രിയിൽ ടാക്സ് സെറ്റിങ്സ്, ഫസ്റ്റ് ടാക്സ് സെറ്റ് ചെയ്യണം. ടാക്സ് വേണോ നോൺ ടാക്സ് വേണോ എന്നുള്ളത്. ടാക്സ് ടൈപ്പ് സെറ്റ് ചെയ്യാനായിട്ട് മാസ്റ്റർ എൻട്രിയിൽ പോവുക. മാസ്റ്റർ എൻട്രി ടാക്സ് ടൈപ്പ് ഓപ്ഷൻ. ഇതിൽ ടാക്സ് പർച്ചേസ് ടാക്സും സെയിൽസ് ടാക്സും നമുക്ക് സെലക്ട് ചെയ്യാം. പർച്ചേസ് ടാക്സ് ആണോ നോൺ ടാക്സ് ആണോ എന്നുള്ളത് ഇവിടെ ചൂസ് ചെയ്യുക. സെയിൽസ് ടാക്സ് ചൂസ് ചെയ്യുക. ഓൾറെഡി പർച്ചേസ് നോൺ ടാക്സിലും സെയിൽസ് ടാക്സിലോ കൊടുത്തിരിക്കുന്നത്. ഞാൻ ടാക്സ് രണ്ടും ടാക്സിലാക്കിയിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ പർച്ചേസ് സെൻറ്റർ ഓപ്പൺ ചെയ്യുകയാണ്. പർച്ചേസ് സെൻറ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ പർച്ചേസ് ടാക്സ് ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രിഫിക്സിൽ PTAX എന്നൊരു പ്രിഫിക്സ് ഉണ്ടാവും. ഇനി ഇത് ക്ലോസ് ചെയ്ത് വീണ്ടും ടാക്സ് ടൈപ്പ് സെലക്ട് ചെയ്യുകയാണ്, ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഇത് ടാക്സിലാണ്, നോൺ ടാക്സ് സെലക്ട് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും പർച്ചേസ് സെൻറ്റർ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇൻവോയ്സ് നമ്പർ PINV പർച്ചേസ് ഇൻവോയ്സ് ആയിട്ട്, P ടാക്സ് അല്ല, PINV പർച്ചേസ് ഇൻവോയ്സ് ആയിട്ട് മാത്രമേ കാണിക്കത്തുള്ളൂ. അതായത് ടാക്സ് ടൈപ്പ് സെറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഇൻവോയ്സ് നമ്പർ ചേഞ്ച് ആവുന്നുണ്ട്. ടാക്സിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സ് ടൈപ്പ് ചേഞ്ച് ചെയ്യുക, ബിൽ നമ്പറും ചേഞ്ച് ആവും. ദെൻ ജസ്റ്റ് നിങ്ങൾ സപ്ലയറിനെ സെലക്ട് ചെയ്യുക. എന്തൊക്കെ ഐറ്റംസ് ആണോ സപ്ലയറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് ജസ്റ്റ് ചൂസ് ചെയ്യുക. ക്വാണ്ടിറ്റി എത്രയുണ്ടെന്ന് ചൂസ് ചെയ്യുക. ദെൻ ആഡ് കൊടുക്കുക. വീണ്ടും ഞാൻ വേറൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നു, ക്വാണ്ടിറ്റി കൊടുക്കുന്നു, ആഡ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിൽ ടാക്സും നോൺ ടാക്സും ഫസ്റ്റ് പ്രീവിയസ്ലി എപ്പോഴാണോ ബില്ല് ചെയ്യുന്നത് അതിനു മുമ്പായി തന്നെ ടാക്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ടാക്സ് സെറ്റിങ്സ് വരുന്നത് മാസ്റ്റർ എൻട്രിയിൽ ടാക്സ് ടൈപ്പിലാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.